ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BCS തിയറീനെ കുറിച്ചിട്ടാണ്. BCS തിയറി എന്ന് പറയുന്നത് ബാർഡീൻ, കൂപ്പർ, ഷ്രൈഫർ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ 1957 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. ഇത് സൂപ്പർ കണ്ടക്ടിവിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വന്ന ഒരു സക്സസ്ഫുൾ മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് സീറോ റെസിസ്റ്റിവിറ്റി, മെയ്സണർ എഫക്റ്റ്, ഐസോട്ടോപ്പ് എഫക്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് BCS തിയറിയുടെ റെലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാർഡീൻ, കൂപ്പർ ആൻഡ് ഷ്രൈഫർ ഇൻട്രൊഡ്യൂസ്ഡ് BCS തിയറി ഇൻ 1957. ഇറ്റ് വാസ് ഏബിൾ ടു എക്സ്പ്ലെയിൻ റെസിസ്റ്റിവിറ്റി, സീറോ റെസിസ്റ്റിവിറ്റി, മെയ്സണർ എഫക്റ്റ് ആൻഡ് ഐസോട്ടോപ്പ് എഫക്റ്റ്. BCS got Nobel Prize in 1972. The main terms involved in BCS theory are ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ആൻഡ് കൂപ്പർ പെയർ. ഇത് രണ്ടുമാണ് BCS തിയറിയുടെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. This is the basis of BCS theory. In 1950, ഫ്രോയിലിച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1950 സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എന്ന ടേം യൂസ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ലാറ്റിസും ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അത് വെച്ചിട്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻ 1950 Froelich explained superconductivity. On the basis of interaction between positive ion lattice and pair of electrons. അപ്പോൾ ഈ ഒരു ഇൻ്ററാക്ഷന്, ഒരു ലാറ്റിസിൽ ഒരു ഇലക്ട്രോൺ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൻ്ററാക്ഷൻസിന് മേജർ റോളാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയിലുള്ളത്. ദിസ് ഇൻ്ററാക്ഷൻ plays an important role in superconductivity. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ലാറ്റിസ് കൺസിഡർ ചെയ്യുക. കൺസിഡർ എ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ്. ഒരു ലാറ്റിസ്, ഒരു പോസിറ്റീവ് ലാറ്റിസ് എങ്ങനെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് വെച്ച്, പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഹോൾസ് ആണല്ലോ, അപ്പോൾ ഹോൾസ് വെച്ച് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്, ഇതാണ് ഒരു പോസിറ്റീവ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഇതിലോട്ട് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇത് പോസിറ്റീവായിട്ടുള്ള അയോൺസ് അല്ലേ, അപ്പോൾ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഡീഫോം ആവും. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കാരണം ഇലക്ട്രോണിൻ്റെ അങ്ങോട്ട് ബാക്കിയുള്ള പോസിറ്റീവ് അയോൺസ് ബെൻഡ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ
ഈ ഒരു ഷേപ്പിൽ സ്ട്രക്ചർ ഡീഫോം ആവും. അപ്പോൾ കൺസിഡർ എ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് അയോൺസ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആൻ ഇലക്ട്രോൺ പാസസ് ഇൻ ടു ദ ലാറ്റിസ്. There exists a Coulombic electrostatic attraction or Coulombic force between the electrons and holes. This disrupts the normal configuration of lattice and forms a region of high positive density. ഈ റീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രോൺ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഹൈ പോസിറ്റീവ് ഡെൻസിറ്റി ഉള്ള റീജിയനാണ്. അപ്പോൾ ഈ ഒരു റീജിയനെയാണ് ഫോണോൺ എന്ന് പറയുന്നത്. An electron passes into the positive lattice. An electron passes into the positive lattice. There exists an electrostatic or Coulomb between the electrons. There exists an electrostatic or Coulomb force between the electrons and holes. This disrupts the normal configuration of the lattice. This disrupts the normal configuration of the lattice. And forms a region of high positive density. This kind of a region is called a phonon. അപ്പോൾ ഒരു ലാറ്റിസ് നമ്മൾ കൺസിഡർ ചെയ്തു, അതിലോട്ട് ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ട്രക്ചർ ഡീഫോം ആയി, അവിടെ ഒരു ഹൈ പോസിറ്റീവ് ഡെൻസിറ്റി ഉള്ള റീജിയൻ ഫോം ചെയ്തു. അതിനെയാണ് ഫോണോൺ എന്ന് പറയുന്നത്. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓൾറെഡി ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജുള്ള റീജിയൻ ഫോമായി. അവിടെ തൊട്ട് ഒരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. When another electron enters the lattice, it is attracted by the positive charged phonon. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് ചാർജുള്ള ഒരു റീജിയൻ ഫോമായി. അവിടേക്ക് വേറൊരു ഇലക്ട്രോൺ വന്നു കഴിയുമ്പോൾ ദാറ്റ് ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ് ബൈ ദി പോസിറ്റീവ് ചാർജ്ഡ് ഫോണോൺ ആൻഡ് എ വീക്ക് ലിങ്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് എ റിപ്പൾഷൻ. സാധാരണ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അങ്ങോട്ട് വേറൊരു ഇലക്ട്രോൺ കൂടി വരുമ്പോഴത്തേനും അവിടെ ഒരു റിപ്പൾഷൻ ഫോം ആകേണ്ടതാണ്. പക്ഷേ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോണോൺ എ വീക്ക് ലിങ്ക് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രോൺസ്. When another electron enters the lattice, it is attracted by the positive charged phonon. And a weak link is formed between the electron and a weak link is formed between the electron instead of a Coulomb repulsion. So when another electron enters the lattice, it is attracted by the positive charged phonon and a weak link is formed between the electron instead of a Coulomb repulsion. Thus
the second electron interacted with the first phonon. Thus the second electron interacted with the first through a phonon. This is called electron-phonon-electron interaction. Thus the second electron interacted with the first through a phonon. This is called electron-phonon-electron interaction. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 2 ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ. കൺസിഡർ ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഹാവിങ് എ വേവ് വെക്റ്റർ കെ ഡാഷ് അല്ല, ഹാവിങ് എ വേവ് വെക്റ്റർ കെ. അതായത് ഈ ഒരു ഫസ്റ്റ് ഇലക്ട്രോൺ ഒരു ലാറ്റിസിൽ മൂവ് ചെയ്യുമ്പോൾ കൺസിഡർ ദ ഫസ്റ്റ് ഇലക്ട്രോൺ having a wave vector k dash and emit a phonon q dash. Q dash എന്ന് ഉദ്ദേശിച്ച് ഈ വെക്ടറിൻ്റെ ബാറാണ്. കൺസിഡർ ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഹാവിങ് എ വേവ് വെക്ടർ k and it emit a phonon ഓഫ് ക്യൂ. എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഒരു പോസിറ്റീവ് ചാർജുള്ള ഏരിയയിലോട്ടാണ് വരുന്നത്, ലാറ്റിസിലോട്ട്. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫോണോൺ ക്രിയേറ്റ് ആവും. അതിനെയാണ് ഇവിടെ ഇറ്റ് എമിറ്റ് എ ഫോണോൺ ഓഫ് ക്യൂ എന്ന് പറയുന്നത്, ചാർജ് ക്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്കാറ്റേഡ്, അതായത് ഇത് വന്നു കഴിയുമ്പോഴത്തേനും ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സ്കാറ്റേഡ് ഓർ ഇറ്റ് ഈസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ k minus q. Now the second electron അപ്പോൾ ഒരു ഫോണോൺ അവിടെ ഫോം ആയി കഴിയുന്നതിനാണ് ഈ k മൈനസ് ക്യൂ എന്ന് പറയുന്നത്. k എന്ന് പറയുന്ന വേവ് വെക്ടറുള്ള ഇലക്ട്രോൺ വന്നു, അത് ക്യൂ എന്ന് പറയുന്ന ഒരു ഫോണോൺ അവിടെ ക്രിയേറ്റ് ആക്കി, അത് k മൈനസ് ക്യൂ എന്ന് പറയുന്ന റീജിയനിലോട്ട് സ്കാറ്ററായി. Now the second electron has a wave vector k dash and is absorbed by the phonon. And is scattered and the phonon is scattered in k dash plus q. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ വരുന്നു, അത് ഒരു ഫോണോണിൽ വന്നതിന് ശേഷം ക്യൂ എന്ന് പറയുന്ന ഫോണോൺ എമിറ്റ് ചെയ്യുന്നു, k മൈനസ് ക്യൂവിൽ സ്കാറ്ററായി. ഇനി അടുത്തൊരു ഇലക്ട്രോൺ k ഡാഷ് വെക്ടറുമായിട്ട് വരുന്നു, അത് ക്യൂ അബ്സോർബ് ചെയ്ത് എന്നിട്ട് k ഡാഷ് പ്ലസ് ക്യൂവിലോട്ട് സ്കാറ്ററായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷനിൽ പറയുന്നത്. ഇനി വരുന്നത് കൂപ്പർ പെയറിനെ കുറിച്ചാണ്. കൂപ്പർ പെയർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെയറാണ്. 2 ഇലക്ട്രോൺ, നമ്മളിവിടെ 2 ഇലക്ട്രോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ഇലക്ട്രോൺസിനെയാണ് കൂപ്പർ പെയർ എന്ന് പറയുന്നത്. എ കൂപ്പർ പെയർ ഈസ് ഫോംഡ് ബൈ ഇൻട്രാക്ഷൻ ഓഫ് 2 ഇലക്ട്രോൺസ് ത്രൂ എ ഫോണോൺ ബൈ ഓവർകമ്മിങ് ദ റിപ്പൾസീവ് ഫോഴ്സ്. എ കൂപ്പർ പെയർ ഈസ് ഫോംഡ് ബൈ the interaction of 2 electrons through a phonon
by overcoming the Coulomb repulsive force. അപ്പോൾ a Cooper pair is formed by the interaction of two electrons through a phonon by overcoming the Coulomb repulsive force. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ബോണ്ടെന്ന് പറയുന്നത് രണ്ട് ഇലക്ട്രോൺസ് നടുക്കൊരു ഫോണോൺ, ഇതിൻ്റെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്കാണ്. അതായത് ബൈൻഡിങ് എനർജി, ദ ബൈൻഡിങ് എനർജി ഈസ് വെരി ലോ ആൻഡ് ഈസ് ഓഫ് the order of 10⁻³ eV, which is very small. The electrons in a Cooper pair have opposite spin and hence the spin is 0. ഈ രണ്ട് ഇലക്ട്രോൺസ് ഉള്ളതിൽ രണ്ടിനും സ്പിൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റാണ്, അതുകൊണ്ട് ടോട്ടൽ സ്പിൻ എന്ന് പറയുന്നത് 0 ആണ്. ദ ഇലക്ട്രോൺസ് ഇൻ എ കൂപ്പർ പെയർ ഹാവ് ഓപ്പോസിറ്റ് സ്പിൻ ആൻഡ് ദ നെറ്റ് സ്പിൻ ഈസ് 0. ഇനി ഇവിടെ സ്പിന്ന് 0 ആയതുകൊണ്ട് തന്നെ, സിൻസ് സ്പിൻ ഈസ് 0, they behave as boson and obey Bose-Einstein in statistics. They obey Bose-Einstein statistics and behave as boson. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് എ ലോ ടെമ്പറേച്ചർ ഫിനോമിനൻ. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് എ ലോ ടെമ്പറേച്ചർ ഫിനോമിനൻ. അതായത് 0 കെൽവിനിൽ ആ ഒരു ടെമ്പറേച്ചറിനോട് അടുക്കുമ്പോഴാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഫിനോമിനൻ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് എ ലോ ടെമ്പറേച്ചർ ഫിനോമിനൻ വെൻ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ Tc. Cooper pairs are broken, resulting in when temperature is greater than Tc, Cooper pairs are broken. And hence a transition of superconducting state to normal state happen. A transition of superconducting state to normal state occurs. Superconductivity is a low temperature phenomenon. When temperature is greater than Tc, Cooper pairs are broken and hence a transition of superconducting state to normal state occurs. ഇനി ഇതിൽ നമ്മൾ കൂപ്പർ പെയറിൻ്റെ ഒരു ഡയഗ്രാം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ നോർമൽ ഹോൾസ്, ഇവിടെ ഡീഫോം ആയൊരു സ്ട്രക്ചർ കാണിക്കാനാണെങ്കിൽ അത് ഇങ്ങനെ വരും. ഇവിടെ 2 ഇലക്ട്രോൺസ്, ഈ ഒരു റീജിയനെയാണ് ഫോണോൺ എന്ന് പറയുന്നത്, ബാക്കി ഹോൾസ്. ഇതാണ് ആ ഡീഫോംഡ് ആയിട്ടുള്ള സ്ട്രക്ചർ.
ഇത് രണ്ടും കൂപ്പർ പെയർ. ഇതാണ് ഫോണോൺ. ഇനി നമ്മളിവിടെ ഇലക്ട്രോൺ ഫോണോൺ ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു എനർജി ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യും ഡ്യൂ ടു ദി ഇലക്ട്രോൺ ഫോണോൺ ഇൻറ്ററാക്ഷൻ. An energy gap occurs. അപ്പോൾ നമുക്ക് ഒരു നോർമൽ സ്റ്റേറ്റിലുള്ള മെറ്റൽ കാണിക്കാനാണെങ്കിൽ നോർമൽ സ്റ്റേറ്റിലെ എനർജി കാണിക്കാനാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വരും. ഇവിടെ ഡെൻസിറ്റി ഓഫ് ചാർജ് ഡെൻസിറ്റി, ഇവിടെ എനർജി. അപ്പം ഇതെന്ന് പറയുന്നത് ഒക്യുപ്പൈഡ് ഇലക്ട്രോൺസും ഇതെന്ന് പറയുന്നത് അൺഒക്യുപ്പൈഡ്. ഇവിടെ ഡെൻസിറ്റി, ഇവിടെ എനർജി. ഇതെന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. ഇതാണ് ആ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒക്യുപ്പൈഡ് സ്റ്റേറ്റ്, ഇത് അൺഒക്യുപ്പൈഡ്. ഇത് എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 2Δ ആണ്. തിരിച്ച് 2Δ ആണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. 2Δ ഇതാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എനർജി ഗ്യാപ്പിൻ്റെ ഒരു ഡയഗ്രമാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദ എനർജി ഗ്യാപ്പ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് del 0 is equal to 4h cut omega d. Del 0 is equal to 4h cut omega d e raised to minus 2 by GeF v into v. The energy gap is given by del 0 is equal to 4h cut omega d e raised to minus 2 by GeF v. ഇവിടെ ഒമേഗ ഡി എന്ന് പറയുന്നത് ഡിബൈ ഫ്രീക്വൻസി, ഒമേഗ ഡി എന്ന് പറയുന്നത് ഡിബൈ ഫ്രീക്വൻസി, GeF എന്ന് പറയുന്നത് ഡെൻസിറ്റി, V എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോൺ ലാറ്റിസ് ഇൻട്രാക്ഷൻ. അപ്പോൾ ദ എനർജി ഗ്യാപ്പ് ഈസ് ഗിവൺ ബൈ del 0 is equal to 4h cut omega d e raised to minus 2 by GeF v. ഇവിടെ ഒമേഗ ഡി എന്ന് പറയുന്നത് ഡിബൈ ഫ്രീക്വൻസി, GeF എന്ന് പറയുന്നത് ഡെൻസിറ്റി, V എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോൺ ലാറ്റിസ് ഇൻറ്ററാക്ഷൻ. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈച്ച് ഇലക്ട്രോൺ ഈസ് പെയർഡ് ആൻഡ് ആൾ പെയർസ് ആർ ഇൻ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്.
ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഓരോ ഇലക്ട്രോണും പെയർഡാണ്, അതായത് കൂപ്പർ പെയർ ആയിട്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓരോ പെയറും ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലാണ് ഉള്ളത്. പിന്നെ ഓൾ ഇലക്ട്രോൺസ് ആർ, ഈ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഓൾ ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് ഇൻ എ പൊട്ടൻഷ്യൽ വെല്ല് അപ് ടു എ സെർട്ടൻ എനർജി ലെവൽ. അതായത് പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എനർജി ലെവലാണ്, ഒരു ത്രഷോൾഡ് എനർജി ലെവലിൻ്റെ അകത്താണ് ഈ ഇലക്ട്രോൺസ് എല്ലാം കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഇ എന്ന് പറയുന്ന ഒരു എനർജി ലെവൽ എടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയാണ് എപ്പോഴും ഇലക്ട്രോണിൻ്റെ എനർജി ലെവൽ. അതുകൊണ്ടാണ് പറയുന്നത് ഇലക്ട്രോൺസ് ആർ കൺഫൈൻഡ് ഇൻ എ പൊട്ടൻഷ്യൽ വെല്ല് അപ് ടു എ സെർട്ടൻ എനർജി ലെവൽ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് ബോസോൺസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈച്ച് ഇലക്ട്രോൺ ഈസ് പെയർഡ് ആൻഡ് ഓൾ പെയർസ് ആർ ഇൻ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റ്. ദീസ് കളക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആർ കാൾഡ് ബോസോൺസ്. ഇനി ഇതിനെ എക്സൈറ്റ് ചെയ്യാൻ, ഈ എനർജി ലെവലിൽ നിന്ന് പുറത്തെത്തിക്കാൻ എന്ത് വേണം? ആൻ എനർജി ഈക്വൽ ടു എനർജി ഗ്യാപ്പ് 2Δ ഈസ് റിക്വയർഡ് ടു എക്സൈറ്റ് ദ ഇലക്ട്രോൺ. ഇനി എക്സൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ദീസ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ആസ് ഇൻഡിപെൻഡൻറ്റ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലാണ് പെയർഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ ബോസോൺസ് എന്നാണ് പറയുന്നത്. ഒരു എനർജി ഗ്യാപ്പിൻ്റെ വാല്യൂ 2Δ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. അപ്പോൾ അവിടെ ഇൻഡിപെൻഡൻറ്റ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ഫെർമി ഡിറാക്ക് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ഫെർമിയോൺസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ബോസോൺസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും എക്സൈറ്റ് ആയി കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് മുമ്പേ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി എനർജി വേഴ്സസ് ഡെൻസിറ്റി ഫോർ നോർമൽ ആൻഡ് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ഈസ് ഗിവൺ ആസ് ബിലോ. ഇവിടെ ഒരു ആക്സിസിൽ എനർജി, ഒരു ആക്സിസിൽ ഡെൻസിറ്റി. ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കർവായിട്ടാണ് പോകുന്നത്. താഴത്ത് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇനി ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്, ഇത് നോർമൽ സ്റ്റേറ്റാണ്, ഇത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ്. നോർമൽ സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 തന്നെയാണ്, പക്ഷേ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഫീൽഡാണ്. ടെമ്പറേച്ചർ 0 കെൽവിനാണ്, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. അതായത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നോർമൽ സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് സൂപ്പർ കണ്ടക്റ്റീവ് സ്റ്റേറ്റിലോട്ടാകും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ 0യേക്കാളും മേളിലാണായിരുന്നു, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മേളിൽ വരണം. അങ്ങനെയാണെങ്കിലും സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ വരത്തില്ല, നോർമൽ സ്റ്റേറ്റിൽ തന്നെ വരും. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 0 പക്ഷേ ഫീൽഡ് ഉള്ളതുകൊണ്ട് നോർമൽ സ്റ്റേറ്റിൽ. ഇവിടെ ടെമ്പറേച്ചറും 0, മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തിട്ടില്ല, അപ്പോൾ സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലാവും. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലെ ഇലക്ട്രോൺസ് ഡെൻസിറ്റി എങ്ങനെയാണ് വരുന്നത്? നേരെ കർവ് അല്ല, കർവ് പോയിട്ട് എനർജി ഗ്യാപ്പ് വന്ന് കട്ടാവുകയാണ്. ഇതെന്ന് പറയുന്നത് ഒക്യുപ്പൈഡ് സ്റ്റേറ്റാണ്. ഇലക്ട്രോൺ ഒക്യുപ്പൈഡ് സ്റ്റേറ്റ്, ഇത് ഒക്യുപ്പൈഡ് ആണ്, ഇത് അൺഒക്യുപ്പൈഡ് ആണ്. ഇവിടെയും അൺഒക്യുപ്പൈഡ്. അപ്പോൾ ടി എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ് കേസിൽ ഒക്യുപ്പൈഡ് സ്റ്റേറ്റ്. എനർജി ഡെൻസിറ്റി വേഴ്സസ് എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഇനി ടി എന്ന് പറയുന്നത് 0യ്ക്ക് മേലെയാണെങ്കിൽ, 0 കെൽവിൻ ആണെങ്കിൽ ഇതാണ് ഗ്രാഫ്. 0യ്ക്ക് മേളിലാണ്, പക്ഷേ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ഥലത്തും ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് വരും. അത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ എനർജി ഗ്യാപ്പ് വന്നതിന് ശേഷം ഈ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് ചെറിയ പ്രസൻസ് വരും ഇലക്ട്രോൺസിൻ്റെ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അൺഒക്യുപ്പൈഡ് സ്റ്റേറ്റിൽ കുറച്ച് ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് വന്നു എപ്പോൾ ടെമ്പറേച്ചർ 0 കെൽവിനേലും ഗ്രേറ്റർ ആയപ്പോൾ, പക്ഷേ ലെസ് ദാൻ TC. മാഗ്നറ്റിക് ഫീൽഡ് 0 തന്നെയാണ്. ഇത്രയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എല്ലാ ഇലക്ട്രോൺസും പെയർഡാണ്, അത് ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലാണ്. ഇതിന് കളക്ഷൻ ഓഫ് ബോസോൺസ് എന്ന് പറയാൻ പറ്റും. ഒരു എനർജി 2Δ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സൈറ്റഡ് ആകും, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇലക്ട്രോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ഫെർമി ഡിറാക്കും ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനർജി വേഴ്സസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ അൺഒക്യുപ്പൈഡ് സ്റ്റേറ്റും ഇത് അൺഒക്യുപ്പൈഡും ആണ്. 2Δ എന്ന് പറയുന്ന എനർജി ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. ഇത്രയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിനെ കുറിച്ച് പറയാനുള്ളത്.
ഇനി പറയാനുള്ളത് കൊഹറൻസ് ലെങ്തിനെ കുറിച്ചാണ്. Determination of coherence length. Coherence length is the distance between two electrons in a copper pair. Coherence length is the distance between two electrons in a copper pair. By uncertainty principle, Eg delta T is equal to x. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ വി എഫ്. Eg into epsilon by Vf equal to h cut. Eg epsilon by Vf is equal to h cut. Epsilon എന്ന് പറയുന്നത് Vf h cut divided by Eg. ഇനി ഫൈൻഡ് എക്സാക്റ്റ് സൊല്യൂഷൻ ഓഫ് BCS തിയറി. എക്സാക്റ്റ് സൊല്യൂഷൻ ഓഫ് BCS തിയറി നമുക്ക് എപ്സിലോൺ എന്ന് പറയുന്നതിന് ഒരു 2/π വെച്ച് എക്സ്പ്രസ് ചെയ്യാം. അതായത് 2/π Vf h cut divided by Eg. Substituting Vf is equal to 10 raised to minus 5. We have epsilon is equal to on substituting Vf, value of Vf, we get the epsilon is equal to 10 raised to minus 5. അതായത് ബൈൻഡിങ് എനർജിയുടെ വാല്യൂ ആണ്, which is same as that of observed in the experiment. ഇനി നമുക്കിതിൽ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ attraction between Cooper pair is maximum when momentum is 0. Attraction between Cooper pair is maximum. Attraction between Cooper pair is maximum when momentum is 0. Cooper pair with spin 0 and charge minus 2e follows BE statistics. Cooper pair with spin 0 and charge minus 2e follows Bose-Einstein statistics. അടുത്തെന്ന് പറയുന്നത് penetration depth and coherence length can be found using BCS theory. Penetration depth and coherence length can be found using BCS theory. ഇനി പറയാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ സൂപ്പർ കണ്ടക്റ്റിംഗ് റിങ്. ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് റിങ്ങിൽ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ എഫക്റ്റീവ് യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് 2e ആണ്. ഫോർ എ സൂപ്പർ കണ്ടക്റ്റിംഗ് റിങ് the magnetic field
For a superconducting ring, the magnetic field is quantized and effective unit charge is 2e. ഇനി നമുക്ക് BCS തിയറിയുടെ കുറച്ച് പ്രഡിക്ഷൻസ് ഉണ്ട്. പ്രഡിക്ഷൻസ് ഓഫ് BCS തിയറി. ഫസ്റ്റ് എന്ന് പറയുന്നത് KTC ഈസ് ഈക്വൽ ടു 1.13 h⁻ എക്സ്പൊണൻഷ്യൽ -1/n0v0. KTC എന്ന് പറയുന്നത് 1.13 h⁻ എക്സ്പൊണൻഷ്യൽ -1/n0v0. ഇവിടെ n0 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോണിക് ലെവൽ ഇൻ നോർമൽ സ്റ്റേറ്റ്. ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ നോർമൽ സ്റ്റേറ്റ്. ഒമേഗ എന്ന് പറയുന്നത് ഡിബൈ ഫ്രീക്വൻസി. V0 എന്ന് പറയുന്നത് കപ്ലിംഗ് സ്ട്രെങ്ത്. ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ഈവൻ വെൻ V0 ഈസ് വീക്ക് ആൻഡ് TC ഈസ് വെരി ലോ, ട്രാൻസിഷൻ ഓഫ് നോർമൽ സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് occurs. Even if V0 is weak and TC is low, a transition of normal state to superconducting state occurs. അപ്പോൾ KTCയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.13 h⁻ എക്സ്പൊണൻഷ്യൽ -1/n0v0യും n0 എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ നോർമൽ സ്റ്റേറ്റ്, ഒമേഗ എന്ന് പറയുന്നത് ഡിബൈ ഫ്രീക്വൻസി, V0 എന്ന് പറയുന്നത് കപ്ലിംഗ് സ്ട്രെങ്ത്. ഈവൻ ഇഫ് V0 ഈസ് വീക്ക് ആൻഡ് TC ഈസ് ലോ, എ ട്രാൻസിഷൻ ഓഫ് നോർമൽ സ്റ്റേറ്റ് ടു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ഒക്കേഴ്സ്. ഇനി for zero temperature, for T is equal to 0 Kelvin, energy gap is del 0 is equal to 2 h⁻ exponential -1/n0v0. For 0 Kelvin, energy gap del 0 is 2 h⁻ exponential -1/n0v0. പിന്നെ the ratio between del 0 and KTC is del 0/KTC equal to 1.76. The ratio between del 0 and KTC is 1.76. The energy gap vanishes with temperature as the energy gap vanishes with the temperature as del T by del 0 is equal to 1.74 into 1 minus T by TC raised to half. The energy gap vanishes with the temperature as del T by del 0 is equal to 1.74 into 1 minus T by TC raised to 1/2.
ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ഡിസ്ട്രോയ് ആകും. സോ ദ ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഡിസ്ട്രോയ് ദ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഗിവൺ ബൈ ദ ക്രിട്ടിക്കൽ ഫീൽഡ് that destroy superconductivity is hc of t divided by hc of 0 അല്ലെങ്കിൽ hc by h0 is equal to 1 minus t by tc. ഇത് നമുക്ക് h by hc എന്നും പറയാം. അപ്പോൾ h by hc is equal to 1 minus t by tc the whole square. ഇനി ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സ്പെസിഫിക് ഹീറ്റ്. ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് ടി സി എന്ന് പറയുന്നത് സി എസ് മൈനസ് സി എൻ ബൈ സി എൻ. സി എസ് എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിലെ സ്പെസിഫിക് ഹീറ്റ്, സി എൻ എന്ന് പറയുന്നത് നോർമൽ സ്റ്റേറ്റിൽ അറ്റ് ടി സി ഇസിക്കൽ 1.43. ഇത്രയാണ് ബി സി എസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി സി എസ് തിയറിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. ബാർഡിൻ കൂപ്പർ ഷിഫർ 1957, സീറോ റെസിസ്റ്റിവിറ്റി, മെയ്സണർ എഫക്റ്റ്, ഐസോട്ടോപ്പ് എഫക്റ്റ് 1972 നോബൽ പ്രൈസ്, ഇലക്ട്രോൺ ഫോണൻ ഇൻട്രാക്ഷനും കൂപ്പർ പെയറും പറയണം. പിന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് പറയണം, കൊഹറൻസ് ലെങ്തിനെ കുറിച്ച് പറയണം, കുറച്ച് എന്താ പറയുക ബെനിഫിറ്റ്സ് പറയണം, പിന്നെ പ്രഡിക്ഷൻസ് ഓഫ് ബി സി എസ് തിയറി. ഇത്രയാണ് ബി സി എസ് തിയറിയിൽ വരുന്ന കാര്യങ്ങൾ.